ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കുടിപ്പിച്ച് കിടത്തുന്ന തലക്കെട്ടിൽ അന്ന് ഈ ബാറുകളുടെ സമയം കൂട്ടി ഫയൽ അതിവേഗ നീക്കത്തിലോ ചർച്ചയിൽ താങ്കൾ അടക്കം തന്നെയാണ് പങ്കെടുത്തത്. അന്ന് VPP മുസ്തഫയാണ് CPM പ്രതിനിധി. അക്ഷരാർത്ഥത്തിൽ അന്ന് പാവം മുസ്തഫയെ നിർത്തിപ്പൊരിച്ചു ഞാനും താങ്കളും ഒക്കെ. മദ്യമൊഴുക്ക് അഴിമതി എന്നതൊരു 36 തവണ താങ്കൾ ആ ചർച്ചയിലുടനീളം പറഞ്ഞതുമാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കട്ട് സ്ലാഷ് ചെയ്ത് വാതിൽ മറക്ക തുറക്കാനുള്ള തീരുമാനത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ ന്യായം സിജിൻഡോ? ഹാഷ്മി, ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയേണ്ട വേദിയല്ല. അത്തരം വേദികൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേറെയുണ്ട്. ഇത് ഞാൻ എൻ്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത് ധനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ധനമന്ത്രി ബജറ്റിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് കേരളത്തിലെ UDF സർക്കാരിൻ്റെ, VD സതീശൻ സർക്കാരിൻ്റെ മദ്യനയത്തെക്കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. UDFിലും മുന്നണിയിലും കോൺഗ്രസ് പാർട്ടിയിലും മന്ത്രിസഭാ യോഗത്തിലുമൊക്കെ ചർച്ച ചെയ്തതിന് ശേഷമേ മദ്യനയത്തിൽ ഒരു പ്രഖ്യാപിത നിലപാടുണ്ടാകുകയുള്ളൂ. ഇതിനു മുമ്പുള്ള LDF സർക്കാരിൻ്റെ നയപരിപാടികൾ അതേപടി തന്നെ തുടരുന്നതായിരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ പറയാൻ പറ്റുന്നതല്ല. മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തും. UDFിൻ്റെ തന്നെ മുൻ നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് മാറ്റം വരുത്തും. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു നിലപാടില്ല, അത്തരത്തിലൊരു മദ്യനയമില്ല. അല്ല, മുൻ സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വരാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല ജിൻഡോ, ആ നയം തെറ്റായ നയമാണെന്ന് വാദിച്ചവരാണ് നിങ്ങൾ. ആ നയം തെറ്റായ നയമാണെന്ന് പ്രചരണത്തിൽ പറഞ്ഞവരാണ് നിങ്ങൾ. ആ നയങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന തിരിച്ചറിവിൽ ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്തതിന്റെ ഫലമാണ്, ആത്യന്തിക ഫലമാണ് 102 സീറ്റിന്റെ വലിയ മെജോറിറ്റിയിലെ നിങ്ങളുടെ അധികാരവാഴ്ച. എന്നിട്ട് പോയ സർക്കാരിന്റെ കാലത്തെ മദ്യനയം തീർത്തുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക ജിൻഡോ? അല്ല, തീർച്ചയായിട്ടും ഹാഷ്മി പറഞ്ഞ ചോദ്യത്തിൻ്റെ, ഹാഷ്മിയുടെ നിരീക്ഷണത്തോട് 100% ഞാൻ യോജിക്കുകയാണല്ലോ. പക്ഷേ അപ്പോൾ പോലും കാലികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്തുന്നതിന് പ്രയാസമൊന്നുമില്ല. അത് പക്ഷേ കൂടിയാലോചനകളോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തെ വിശ്വാസത്തിലെടുത്ത്, പൗരസമൂഹത്തെ വിശ്വാസത്തിലെടുത്ത്, UDFിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും മന്ത്രിസഭാ അംഗങ്ങളെയും എല്ലാം വിശ്വാസത്തിലെടുത്ത് ചർച്ചയിലൂടെ മാത്രമേ അത്തരത്തിലൊരു നയം ഉണ്ടാകുള്ളൂ. നിലവിൽ UDFിൻ്റെ മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല. ബജറ്റിൽ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അല്ല ജിൻഡോ, അങ്ങയുടെ ബുദ്ധിമുട്ടിയാൽ മനസ്സിലാക്കുന്നു. പക്ഷേ എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് ചോദിക്കാൻ ഞാൻ നിർബന്ധനാവുകയാണ്. കാരണം എന്താണ്? ഈ ഒറ്റ വർഷം മാത്രം മുമ്പാണ് ഈ പറയുന്ന വരുമാനം കുറഞ്ഞ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ച് കൊടുത്തുകൊണ്ട് ഡിസ്റ്റിലറികളിലേക്ക് പോകേണ്ട പണം ഒഴുക്കി ഇവിടെ അഴിമതി പണം ഉണ്ടാക്കി ഇലക്ഷൻ ഫണ്ട് രൂപീകരിക്കാൻ പോകുന്നു ഈ സർക്കാർ. ആ കാര്യം ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് ആ പരിപാടി വേണ്ട എന്ന് പറഞ്ഞ പ്രതിപക്ഷ അതേ തീരുമാനം നടപ്പാക്കുന്നത് എങ്ങനെയാണ്? ധനമന്ത്രിയുടെ നിർദ്ദേശത്തിൽ കൂടെ അതേ തീരുമാനം, എക്സാക്ട് അതേ തീരുമാനം. അല്ല ഹാഷ്മി, അതിൽ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ LDFിനോട് വാട്ടവെട്ടറി പറയാനാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. അവർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ LDF ആയിട്ടല്ലല്ലോ സംസാരിക്കുന്നത്, ഹാഷ്മിയോടാണ് സംസാരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദം എന്നുള്ള രീതിയിലാണ് മാധ്യമപ്രവർത്തനങ്ങളിൽ താങ്കളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, UDFിൻ്റെ മദ്യനയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല. കോൺഗ്രസിൻ്റെയും അഭിപ്രായം മറ്റൊന്നുമല്ല. അപ്പോൾ അക്കാര്യത്തിലൊരു തീരുമാനവും പ്രഖ്യാപനവും വരുന്നത് വരെ ഇത് നികുതി വകുപ്പിൻ്റെ ഒരു ശുപാർശ മാത്രമാണ്. അത് ധനകാര്യ വകുപ്പ് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചു എന്നുള്ളതിനപ്പുറം ഇതിന് മറ്റൊരു സാങ്കത്യവും ഇല്ല എന്നുള്ളതാണ് അഭിപ്രായം. നികുതി വകുപ്പിന്റെ നിർദ്ദേശം എന്ന് പറയുമ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ തലവനാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ്. അത് ഈ പറയുന്ന രീതിയിൽ ആരും അറിയാതെ വേറെ എവിടെയോ നിൽക്കുന്ന ഒരു ഭൂഖണ്ഡമല്ലല്ലോ. അത് ഈ സർക്കാരിന്റെ ഭാഗമാണല്ലോ. മദ്യനയം തീരുമാനിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ പോയ സർക്കാർ ചിറകെട്ടി തടുത്തു നിർത്തിയ ഈ തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് എടുത്തു ചാടുകയാണ് ഏതാനും ഒറ്റ മാസങ്ങൾക്ക് ഇപ്പുറം. അല്ല ഹാഷ്മി, പോയ സർക്കാർ ചിറകെട്ടി തടുത്തു നിർത്തി എന്ന് പറയുമ്പോൾ അതിലെനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അത് ഞാൻ വിചാരിക്കുന്നു അടുത്ത ഘട്ടത്തിൽ പറയാമെന്നാണ്. പക്ഷേ ഞാൻ കൃത്യമായിട്ട് വീണ്ടും പറയുന്നു, ഇത് നികുതി വകുപ്പിൻ്റെ നിർദ്ദേശം ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. സാധാരണഗതിയിൽ ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പ് ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിയാലോചിച്ചിട്ടാണ് അത്തരം ചർച്ചകൾ, പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുക. ബജറ്റിലുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളോടോ UDFിലെ മുഴുവൻ അംഗങ്ങളോടോ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഒരു ശരിയായ നടപടിക്രമമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രഖ്യാപനത്തും നടന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം UDFിൻ്റെ മദ്യനയം എന്നുള്ളത് സെപ്പറേറ്റ് ഒരു തീരുമാനം തന്നെയാണ്. അക്കാര്യത്തിൽ പ്രഖ്യാപിത നിലപാടുണ്ടാവും. പൊതുസമൂഹത്തെയും എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ആ നയ പ്രഖ്യാപനം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.